ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ 10th മെയിൻസിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി പ്ലാനിലെ രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മൾ ചെയ്യുന്നത്. സെക്രട്ടേറിയറ്റ് OA, അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ മുതലായിട്ടുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. ഏകദേശം എല്ലാവരും തന്നെ പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവാം. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് നമ്മുടെ സിലബസിലെ വൺ ഓഫ് ദ മെയിൻ ടോപ്പിക്സ് ആണ്. എക്കണോമിക്സിലെ 5 ഇയർ പ്ലാൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം ഏതാണ്? സോവിയറ്റ് യൂണിയൻ ആണ്. പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. ആസൂത്രണ കമ്മീഷൻ വിഭാവനം ചെയ്ത പദ്ധതികളാണ് ഈ പഞ്ചവത്സര പദ്ധതികൾ എന്നറിയപ്പെടുന്നത്. പഞ്ചവത്സര പദ്ധതികൾ വിഭാവനം ചെയ്തതാരാണ്? ആസൂത്രണ കമ്മീഷനാണ്. ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് 5 വർഷം കൊണ്ട് ലക്ഷ്യം നേടിയെടുക്കുക എന്നതാണ് പഞ്ചവത്സര പദ്ധതികളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് 5 വർഷം കൊണ്ട് ലക്ഷ്യം നേടിയെടുക്കുക എന്നതാണ് പഞ്ചവത്സര പദ്ധതികളുടെ ഉദ്ദേശം. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ 5 വർഷം കൊണ്ട് നേടേണ്ട പ്രത്യേക ലക്ഷ്യങ്ങൾക്ക് പുറമെ 20 വർഷം കൊണ്ട് നേടേണ്ട ലക്ഷ്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇത്തരം ദീർഘകാല പദ്ധതികളെ പരിപ്രേക്ഷ്യ പദ്ധതികൾ അഥവാ പേഴ്സ്പെക്റ്റീവ് പ്ലാൻ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളിൽ 5 വർഷം കൊണ്ട് നേടേണ്ട പദ്ധതികളുമുണ്ട്, 20 വർഷം കൊണ്ട് നേടേണ്ട പദ്ധതികളുമുണ്ട്. ഈ 20 വർഷം കൊണ്ട് നേടേണ്ട പദ്ധതികളെ നമ്മൾ എന്ത് വിളിക്കുന്നു? പേഴ്സ്പെക്റ്റീവ് പ്ലാൻ അല്ലെങ്കിൽ പരിപ്രേക്ഷ്യ പദ്ധതി എന്ന് വിളിക്കുന്നു. പഞ്ചവത്സര പദ്ധതികളാണ് പരിപ്രേക്ഷ്യ പദ്ധതിക്ക് അടിസ്ഥാനമായി വർത്തിക്കുന്നത്. അപ്പോൾ പരിപ്രേക്ഷ്യ പദ്ധതികൾക്ക് അടിസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? പഞ്ചവത്സര പദ്ധതികളാണ്. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ച വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. അപ്പോൾ ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതിക്ക് തുടക്കം കുറിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. രണ്ടാമത്തെ ചോദ്യം, ലോകത്തിൽ ആദ്യമായി പഞ്ചവത്സര പദ്ധതികൾ ആവിഷ്കരിച്ചത് ആരാണ്? ജോസഫ് സ്റ്റാലിനാണ്. അപ്പം ഇന്ത്യയിൽ ആദ്യമായി പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. വേറസ് ലോകത്തിൽ ആദ്യമായിട്ട് പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ജോസഫ് സ്റ്റാലിനാണ്. 3. ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. എന്നാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത്? 1951 ഏപ്രിൽ 1 ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത്. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. അത് ആരംഭിക്കുന്നത് 1951 ഏപ്രിൽ 1. 4. ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രഥമ പരിഗണന ലഭിച്ചത് എന്തിനായിരുന്നു? കൃഷിക്കാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രഥമ പരിഗണന ലഭിച്ചത് കൃഷിക്കാണ്. കൃഷി, ജലസേചനം, വൈദ്യുതീകരണം എന്നിവയ്ക്കാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകിയത്. ഇനി ഈ പദ്ധതി അറിയപ്പെടുന്നത് കാർഷിക പദ്ധതി എന്നാണ്. അപ്പോൾ കൃഷി, ജലസേചനം, വൈദ്യുതീകരണം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയ പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഈ പദ്ധതി അറിയപ്പെടുന്നത് കാർഷിക പദ്ധതി എന്നാണ്. 5. കാർഷിക പഞ്ചവത്സര പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. കാർഷിക പഞ്ചവത്സര പദ്ധതി എന്നറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. 6. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖലകൾ ഏതൊക്കെയാണ്? ഇപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. കൃഷി, ജലസേചനം എന്നിവയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖലകളാണ് കൃഷി, ജലസേചനം എന്നിവ. 7. ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്ന പേര് എന്താണ്? ഹരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നു. ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഹരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. ഇനി ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? KN രാജാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളിയാണ് KN രാജ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയതും ഇദ്ദേഹമാണ്. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് KN രാജാണ്. അദ്ദേഹമാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളി. 8.
ഹരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഹരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. 9. മെഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. മെഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1956 മുതൽ 61 വരെയാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി എപ്പോൾ മുതൽ എപ്പോൾ വരെയാണ്? 1956 മുതൽ 61 വരെയാണ്. വ്യാവസായികവൽക്കരണം, ഗതാഗത വികസനം എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ആവിഷ്കരിച്ച പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. എന്തിനൊക്കെയാണ് പ്രാധാന്യം? വ്യാവസായികവൽക്കരണം, അതുപോലെ ഗതാഗത വികസനം. വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതി ഏതാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. 10. ഗാഡ്ഗിൽ മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഗാഡ്ഗിൽ മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. മൂന്നാം പഞ്ചവത്സര പദ്ധതി എപ്പോൾ മുതൽ എപ്പോൾ വരെയാണ്? 1961 മുതൽ 66 വരെയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. അപ്പോൾ എന്താണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം? സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയാണ്. മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് സ്ഥാപിതമാവുന്നത്. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് സ്ഥാപിതമായതാണ് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ്. ഇനി മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്നത്. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് എന്തിന് തുടക്കം കുറിക്കുന്നത്? ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്നത്. 11. മൻമോഹൻ മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? എട്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. മൻമോഹൻ മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് എട്ടാം പഞ്ചവത്സര പദ്ധതി. എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ മാനവ വികസനം, വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം എന്നിവയാണ്. മാനവ വികസനം, വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം. പ്രാഥമിക വിദ്യാഭ്യാസം, ശുദ്ധജല വിതരണം, കൂടുതൽ തൊഴിലവസരങ്ങൾ, ജനസംഖ്യാ നിയന്ത്രണം എന്നിവയുടെ വികാസമായിരുന്നു മാനവ വികസന പദ്ധതിയുടെ പ്രധാന ഘടകങ്ങൾ. എന്തൊക്കെയാണ്? പ്രാഥമിക വിദ്യാഭ്യാസം, ശുദ്ധജല വിതരണം, കൂടുതൽ തൊഴിലവസരങ്ങൾ, ജനസംഖ്യാ നിയന്ത്രണം എന്നിവയുടെ വികാസമായിരുന്നു മാനവ വികസന പദ്ധതിയുടെ പ്രധാന ഘടകങ്ങൾ. പ്രധാനമന്ത്രി റോസ്ഗർ യോജന PMRY നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ഈ എട്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. പ്രധാനമന്ത്രി റോസ്ഗർ യോജന നടപ്പിലാക്കിയ പദ്ധതിയാണ് എട്ടാം പഞ്ചവത്സര പദ്ധതി. പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വരുന്നത് ഈ പഞ്ചവത്സര പദ്ധതി കാലത്താണ്. എപ്പോഴാണ്? 1993 ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വരുന്നത്. 1993 ഏപ്രിൽ 24. ഇനി എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ലോക വ്യാപാര സംഘടനയിൽ ഇന്ത്യ അംഗമാവുന്നത്. അപ്പം 1995 ജനുവരി 1 ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമാവുന്നത്. അത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 12. രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖല ഏതാണ്? വ്യവസായമാണ്. അതുകൊണ്ടാണത് വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്നത്. രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖലയാണ് വ്യവസായ മേഖല. 13. തൊഴിലില്ലായ്മ കുറയ്ക്കുക എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? തൊഴിലില്ലായ്മ കുറയ്ക്കുക എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ച പഞ്ചവത്സര പദ്ധതിയാണ് ഏഴാമത്തെ പഞ്ചവത്സര പദ്ധതി. എപ്പോൾ മുതൽ എപ്പോൾ വരെയാണ്? 1985 മുതൽ 90 വരെയാണ് ഏഴാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കുന്നത്. തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കൽ, ഭക്ഷ്യധാന്യ ഉൽപാദന വർധന, ആധുനികവൽക്കരണം, സ്വയം പര്യാപ്തത, സാമൂഹിക നീതി തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പദ്ധതിയാണ് ഏഴാം പഞ്ചവത്സര പദ്ധതി. എന്തിനൊക്കെയാണ്? തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കൽ, ഭക്ഷ്യധാന്യ ഉൽപാദന വർധന,
ആധുനികവൽക്കരണം, സ്വയം പര്യാപ്തത, സാമൂഹിക നീതി തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകി. ഇന്ത്യക്ക് വാർത്താവിനിമയ ഗതാഗത മേഖലകളിൽ വൻ പുരോഗതി കൈവരിക്കാൻ സാധിച്ച പഞ്ചവത്സര പദ്ധതിയാണ് 7ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യക്ക് വാർത്താവിനിമയ ഗതാഗത മേഖലകളിൽ വൻ പുരോഗതി കൈവരിക്കാൻ സാധിച്ച പഞ്ചവത്സര പദ്ധതിയാണ് 7ാം പഞ്ചവത്സര പദ്ധതി. ഇനി വാർത്താവിനിമയ രംഗത്തെ പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ സാങ്കേതിക ഉപദേഷ്ടാവ് ആരായിരുന്നു ചോദിച്ചാൽ സാം പിത്രോഡയാണ്. വാർത്താവിനിമയ രംഗത്തെ പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ സാങ്കേതിക ഉപദേഷ്ടാവായിരുന്നു സാം പിത്രോഡ. 14. ഇന്ത്യയിൽ ഭക്ഷ്യ ഉൽപാദനവും വ്യവസായ സ്വാശ്രയത്വവും നേടുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച പദ്ധതി ഏതാണ്? 3ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇന്ത്യയിൽ ഭക്ഷ്യ ഉൽപാദനവും വ്യവസായ സ്വാശ്രയത്വവും നേടുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ് 3ാം പഞ്ചവത്സര പദ്ധതി. 3ാം പഞ്ചവത്സര പദ്ധതി 1961 മുതൽ 66 വരെ കാലഘട്ടത്തിലാണ് നടക്കുന്നത്. 1961 മുതൽ 66 വരെ. സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയ്ക്കാണ് 3ാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത്. എന്തിനാണ്? സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയ്ക്കാണ് ഊന്നൽ നൽകുന്നത്. 3ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് സ്ഥാപിതമായത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. 3ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് എന്ത് സ്ഥാപിതമായത്? നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് സ്ഥാപിതമായത്. ഇനി ഈ സമയത്ത് തന്നെയാണ് 1962 ഇന്ത്യ ചൈന യുദ്ധവും 1965 ഇന്ത്യ പാക് യുദ്ധവും അതുപോലെ കടുത്ത വരൾച്ചയും ഒക്കെ ഉണ്ടാകുന്നത്. 1962 ഇന്ത്യ ചൈന യുദ്ധം, 65 ഇന്ത്യ പാക് യുദ്ധം, അതുപോലെ കടുത്ത വരൾച്ച ഇവയൊക്കെ ഉണ്ടായത് കാരണം 5.6% വളർച്ച ലക്ഷ്യമിട്ടിരുന്ന ഈ പദ്ധതി 2.8 വളർച്ചാ നിരക്ക് മാത്രം നേടി പരാജയപ്പെടുകയാണ് ചെയ്തത്. 5.6% വളർച്ചാ നിരക്ക് ലക്ഷ്യമിട്ടിരുന്നതെങ്കിലും 2.8% വളർച്ചാ നിരക്ക് മാത്രമേ നേടാൻ സാധിച്ചിട്ടുള്ളൂ. 15. സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേ കാലഘട്ടം എപ്പോഴാണ്? 1966-69 കാലഘട്ടമാണ് സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേ കാലഘട്ടം. പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്നത് 1966 മുതൽ 69 വരെയുള്ള 3 വർഷ കാലഘട്ടമാണ്. 1966 മുതൽ 69 വരെ 3 വർഷ വാർഷിക പദ്ധതികളാണ് നിലനിന്നിരുന്നത്. അപ്പോൾ ഈ പ്ലാൻ ഹോളിഡേയുടെ സമയത്ത് 3 വാർഷിക പദ്ധതികളാണ് നിലനിന്നിട്ടുണ്ടായിരുന്നത്. പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. 16. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ്? MS സ്വാമിനാഥനാണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, രാസവളം, കീടനാശിനികൾ, കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം എന്നിവ ഉപയോഗപ്പെടുത്തി കാർഷിക ഉൽപാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയെയാണ് ഹരിത വിപ്ലവം എന്നറിയപ്പെടുന്നത്. എന്താണ്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, രാസവളം, കീടനാശിനികൾ, കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം എന്നിവ ഉപയോഗപ്പെടുത്തി കാർഷിക ഉൽപാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതി അറിയപ്പെടുന്നതാണ് ഹരിത വിപ്ലവം എന്ന്. അപ്പോൾ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് ആര്? MS സ്വാമിനാഥൻ. വെറുതെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? നോർമൻ ബോർലോഗ് ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് MS സ്വാമിനാഥൻ. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് നോർമൻ ബോർലോഗ് ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് MS സ്വാമിനാഥൻ. 17. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് എന്നാണ്? 66-69 കാലഘട്ടങ്ങളിലാണ്. അപ്പോൾ ഇന്ത്യയിൽ ഹരിത വിപ്ലവം തുടങ്ങിയത് 66 മുതൽ 69 വരെയുള്ള കാലഘട്ടത്തിലാണ്. 1960 പകുതി മുതൽ 1970 പകുതി വരെയാണ് ഹരിത വിപ്ലവത്തിൻ്റെ 1ാം ഘട്ടമായി കണക്കാക്കുന്നത്. അപ്പോൾ ഹരിത വിപ്ലവത്തിന് 2 ഘട്ടങ്ങളുണ്ട്. അതിലെ 1ാം ഘട്ടമാണ് 1960 പകുതി മുതൽ 1970 പകുതി വരെ.
ഇനി അതിലെ രണ്ടാം ഘട്ടം 1970 പകുതി മുതൽ 1980 പകുതി വരെയാണ്. 18 ഹരിത വിപ്ലവത്തെ തുടർന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം ഉൽപാദനം കൂടിയ ധാന്യം ഏതാണ്? ഗോതമ്പാണ്. ഹരിത വിപ്ലവത്തെ തുടർന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിളവ് ലഭിച്ച ധാന്യമാണ് ഗോതമ്പ്. ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിള ഏതാണ്? കരിമ്പാണ്. ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിളയാണ് കരിമ്പ്. ഹരിത വിപ്ലവം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഗോതമ്പ് വിപ്ലവം. ഹരിത വിപ്ലവത്തിൻ്റെ മറ്റൊരു പേരെന്താണ്? ഗോതമ്പ് വിപ്ലവം എന്നാണ്. ഇനി ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം ഏതാണ്? മെക്സിക്കോയാണ്. ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യമാണ് മെക്സിക്കോ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ MP സിംഗ് ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ നായകൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ MP സിംഗ് ആണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്തെ കേന്ദ്ര കൃഷി മന്ത്രി ആരായിരുന്നു? C സുബ്രഹ്മണ്യം ആയിരുന്നു. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്തെ കേന്ദ്ര കൃഷി മന്ത്രി ആരായിരുന്നു? C സുബ്രഹ്മണ്യമായിരുന്നു. 19 നാലാം പഞ്ചവത്സര പദ്ധതി സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. നാലാം പഞ്ചവത്സര പദ്ധതി സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി. 20 പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച വാർഷിക പദ്ധതികൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. 1966 മുതൽ 69 വരെ നീണ്ടുനിന്ന പ്ലാൻ ഹോളിഡേ സമയത്ത് ആരായിരുന്നു പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധിയാണ്. 21 നാലാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖല ഏതാണ്? ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനമാണ്. നാലാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖലയാണ് ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനം. സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം നേടിയെടുക്കുക എന്നിവയായിരുന്നു നാലാം പഞ്ചവത്സര പദ്ധതിയുടെ മറ്റ് പ്രധാന ലക്ഷ്യങ്ങൾ. ഇന്ത്യയിൽ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? നാലാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം നടന്നത് നാലാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 22 നാലാം പഞ്ചവത്സര പദ്ധതി കൈവരിച്ച വളർച്ചാ നിരക്ക് എത്രയാണ്? 3.3%. 3.3% വളർച്ച കൈവരിക്കാനേ ഈ പദ്ധതിക്ക് സാധിച്ചിട്ടുള്ളൂ. അതിൻ്റെ ലക്ഷ്യം 5.7% 5.7% ലക്ഷ്യം വെച്ച പദ്ധതി 3.3% വളർച്ച മാത്രമേ കൈവരിച്ചിരുന്നുള്ളൂ. അതിന് കാരണം എന്താണ്? 1971 ഇന്തോ പാക് യുദ്ധവും ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹവും പദ്ധതി പരാജയപ്പെടാൻ കാരണമായി. 1971 ഇന്തോ പാക് യുദ്ധം, അതുപോലെ ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹം. ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് ഊന്നൽ നൽകിയ പദ്ധതി കൂടിയാണ് ഏത്? നാലാം പഞ്ചവത്സര പദ്ധതി. 23 ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണത്തിൽ എത്ര ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്? 14 ബാങ്കുകളാണ്. ഒന്നാം ഘട്ട ദേശസാൽക്കരണം എപ്പോഴാണ് നടന്നത്? നാലാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നടന്നത്. 14 ബാങ്കുകളാണ് ദേശസാൽക്കരിക്കപ്പെട്ടത്. 24 ഗാഡ്ഗിൽ പദ്ധതി എന്നറിയപ്പെടുന്നത് ഏത് പദ്ധതിയാണ്? മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഗാഡ്ഗിൽ പദ്ധതി എന്നറിയപ്പെടുന്നത്. 25 അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അഞ്ചാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് ആരാണ്? DP ധർ ആണ്. അഞ്ചാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് DP ധർ ആണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്വയം പര്യാപ്തത എന്നിവയ്ക്കാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി പ്രാമുഖ്യം നൽകിയത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്വയം പര്യാപ്തത. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഇന്ദിരാഗാന്ധിയുടെ 20 ദിന പരിപാടികൾ നടപ്പിലാക്കിയത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അപ്പോൾ 20 ദിന പരിപാടികൾ നടപ്പിലാക്കിയത് ഇന്ദിരാഗാന്ധിയാണ്. അത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നടപ്പിലാക്കുന്നത്. 1975 നടപ്പിലാക്കുന്നത്. 26 ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ബന്ധപ്പെട്ടിരിക്കുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ്.
അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പഞ്ചവത്സര പദ്ധതി. 1974 മുതൽ 1979 വരെയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി. എപ്പോൾ മുതൽ എപ്പോൾ വരെ? 1974 മുതൽ 1979 വരെയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കുന്നത്. ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചതും അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 27. വൈദ്യുത വിതരണ നിയമം ഭേദഗതി ചെയ്ത വർഷം ഏതാണ്? 1975 വൈദ്യുത വിതരണ നിയമം ഭേദഗതി ചെയ്തത് 1975. 28. ഇന്ത്യയിൽ 20 പരിപാടികൾ ആരംഭിച്ച പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയിലെ 20 പരിപാടികൾ ആരംഭിച്ച പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. 1975 നടപ്പിലാക്കുന്നത്. 29. കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതി ഏതാണ്? അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ്. കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി. അടിയന്തരാവസ്ഥ പ്രഖ്യാപനവും തുടർന്നുണ്ടായ രാഷ്ട്രീയ മാറ്റവും അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് തടസ്സമായി. മൊറാർജി ദേശായി ഗവൺമെന്റ് 1978 ഒരു വർഷം മുൻപേ അഞ്ചാം പഞ്ചവത്സര പദ്ധതി അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. 30. സമഗ്ര ശിശു വികസന സേവന പദ്ധതി നിലവിൽ വന്നത് എപ്പോഴാണ്? സമഗ്ര ശിശു വികസന സേവന പദ്ധതി നിലവിൽ വന്നത് 1975 ഒക്ടോബർ 2. എപ്പോഴാണ്? 1975 ഒക്ടോബർ 2 സമഗ്ര ശിശു വികസന സേവന പദ്ധതി നിലവിൽ വന്നത്. 31. അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ശരാശരി വാർഷിക വളർച്ചാ നിരക്ക് എത്രയാണ്? 5.1%. അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ശരാശരി വാർഷിക വളർച്ചാ നിരക്ക് 5.1%. 32. അഞ്ചാം പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കിക്കൊണ്ട് ആരംഭിച്ച പദ്ധതി ഏതാണ്? റോളിംഗ് പ്ലാൻ ആണ്. അഞ്ചാം പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കിക്കൊണ്ട് ആരംഭിച്ച പദ്ധതിയാണ് റോളിംഗ് പ്ലാൻ. മൊറാർജി ദേശായിയുടെ ജനതാ ഗവൺമെൻറ് 1978 മുതൽ 80 വരെയുള്ള കാലഘട്ടത്തിലാണ് റോളിംഗ് പ്ലാന് അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ എപ്പോഴാണ്? 1978-80 കാലഘട്ടത്തിലാണ് മൊറാർജി ദേശായിയുടെ ജനതാ ഗവൺമെൻറ്റാണ് റോളിംഗ് പ്ലാൻ അവതരിപ്പിക്കുന്നത്. 33. റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? ഗുണ്ണാർ മിർഡാൽ ആണ്. റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ഗുണ്ണാർ മിർഡാൽ ആണ്. സാമൂഹിക നീതിയോടൊപ്പം വളർച്ച എന്നതിന് പകരം സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള വളർച്ച എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റോളിംഗ് പ്ലാനിൻ്റെ എയിം എന്താണ്? സാമൂഹിക നീതിയോടൊപ്പം വളർച്ച എന്നതിന് പകരം സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള വളർച്ച എന്നതാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശം. റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? ഗുണ്ണാർ മിർഡാൽ ആണ്. ഏഷ്യൻ ഡ്രാമ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് ഗുണ്ണാർ മിർഡാൽ. ഏഷ്യൻ ഡ്രാമ എന്ന ഗ്രന്ഥം എഴുതിയതാരാണ്? ഗുണ്ണാർ മിർഡാൽ ആണ്. എന്താണ് റോളിംഗ് പ്ലാൻ? ഒരു വർഷത്തേക്ക് മാത്രമായി നടപ്പാക്കുന്ന പ്ലാനാണ് റോളിംഗ് പ്ലാൻ. റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയ വർഷത്തെ നേട്ടങ്ങളും മറ്റും അപഗ്രഥിച്ച് അവയിൽ നിന്നും ലഭ്യമാകുന്ന നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത വർഷത്തെ റോളിംഗ് പ്ലാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു വർഷത്തേക്ക് മാത്രമായിട്ടുള്ള പ്ലാനാണ്. ആദ്യത്തെ വർഷം നടപ്പിലാക്കിയതിനെ ബേസ് ചെയ്തിട്ടാണ് അടുത്ത വർഷം നടപ്പിലാക്കുന്നത്. 34. റോളിംഗ് പ്ലാനിൻ്റെ കാലഘട്ടം 1978 മുതൽ 80 വരെയാണ്. റോളിംഗ് പ്ലാനിൻ്റെ കാലഘട്ടം 1978 മുതൽ 80 വരെയാണ്. 35. DWCRA ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? ആറാം പഞ്ചവത്സര പദ്ധതിയാണ്. DWCRA ആരംഭിച്ചത് ആറാം പഞ്ചവത്സര പദ്ധതിയിലാണ്. എന്താണ് DWCRA? ഡെവലപ്മെൻറ്റ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയാസ്. അതാണ് പദ്ധതി. ഡെവലപ്മെൻറ്റ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയാസ്. ആറാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം 1980 മുതൽ 85 വരെയാണ്.
ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക, നിലവിലെ സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവയായിരുന്നു 6ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. എന്തൊക്കെയാണ്? ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക, നിലവിലെ സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവയാണ് 6ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. 36. 6ാം പഞ്ചവത്സര പദ്ധതി കൈവരിച്ച വാർഷിക വളർച്ചാ നിരക്ക് എത്രയാണ്? 5.6%. 6ാം പഞ്ചവത്സര പദ്ധതി കൈവരിച്ച വാർഷിക വളർച്ചാ നിരക്ക് 5.6%. RLEGP, IRDP, NREP എന്നീ തൊഴിൽ വികസന പദ്ധതികൾ നടപ്പിലാക്കിയത് 6ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. RLEGP, IRDP, NREP എന്നീ പദ്ധതികൾ ഏത് പഞ്ചവത്സര പദ്ധതി കാലത്ത് നടപ്പിലാക്കി? 6ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നടപ്പിലാക്കുന്നത്. 37. 7ാം പഞ്ചവത്സര പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ പ്രധാനമന്ത്രി ആരാണ്? രാജീവ് ഗാന്ധിയാണ്. 7ാം പഞ്ചവത്സര പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ രാജീവ് ഗാന്ധിയായിരുന്നു പ്രധാനമന്ത്രി. തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കൽ, ഭക്ഷ്യധാന്യ ഉൽപാദന വർധനവ്, ആധുനികവൽക്കരണം, സ്വയം പര്യാപ്തത, സാമൂഹിക നീതി തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പദ്ധതിയാണ് ഇത് 7ാം പഞ്ചവത്സര പദ്ധതി. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ മനുഷ്യ മൂലധനത്തിൻ്റെ പങ്ക് തിരിച്ചറിഞ്ഞ പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? 7ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ മനുഷ്യ മൂലധനത്തിൻ്റെ പങ്ക് തിരിച്ചറിഞ്ഞ പഞ്ചവത്സര പദ്ധതിയാണ് 7ാം പഞ്ചവത്സര പദ്ധതി. 38. NREP, RLEGP എന്നിവ ലയിപ്പിച്ചുകൊണ്ട് ജവഹർ റോസ്ഗാർ യോജന നടപ്പിലാക്കിയ വർഷം ഏതാണ്? 1989 ഏപ്രിൽ 1. NREP, RLEGP എന്നിവ ലയിപ്പിച്ചുകൊണ്ട് ജവഹർ റോസ്ഗാർ യോജന തുടങ്ങിയത് 1989 ഏപ്രിൽ 1. 39. ഇന്ത്യക്ക് വാർത്താവിനിമയ ഗതാഗത മേഖലകളിൽ പുരോഗതി കൈവരിക്കാൻ സാധിച്ച പദ്ധതി ഏതാണ്? 7ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇന്ത്യക്ക് വാർത്താവിനിമയ ഗതാഗത മേഖലകളിൽ പുരോഗതി കൈവരിക്കാൻ സാധിച്ച പദ്ധതിയാണ് 7ാം പഞ്ചവത്സര പദ്ധതി. 40. 7ാം പഞ്ചവത്സര പദ്ധതി കൈവരിച്ച വാർഷിക വളർച്ചാ നിരക്ക് എത്രയാണ്? 6.1%. 7ാം പഞ്ചവത്സര പദ്ധതി കൈവരിച്ച വാർഷിക വളർച്ചാ നിരക്ക് 6.1%. 41. വാർത്താവിനിമയ രംഗത്ത് പുരോഗതി കൈവരിക്കാൻ നേതൃത്വം കൊടുത്ത സാങ്കേതിക ഉപദേഷ്ടാവ് ആരാണ്? സാം പിത്രോഡയാണ്. വാർത്താവിനിമയ രംഗത്ത് പുരോഗതി കൈവരിക്കാൻ നേതൃത്വം കൊടുത്ത സാങ്കേതിക ഉപദേഷ്ടാവാണ് സാം പിത്രോഡ. 42. 8ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? 1992. 8ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1992 മുതൽ 1997 വരെയാണ്. 8ാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? മാനവ വികസനവും വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണവുമാണ്. മാനവ വികസനം, വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം എന്നിവയാണ് 8ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. 43. മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 8ാം പഞ്ചവത്സര പദ്ധതി. 44. പ്രൈം മിനിസ്റ്റർ റോസ്ഗർ യോജന നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? പ്രധാനമന്ത്രി റോസ്ഗർ യോജന PMRY നടപ്പിലാക്കിയ പദ്ധതിയാണ് 8ാം പഞ്ചവത്സര പദ്ധതി. പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതിയാണ് 8ാം പഞ്ചവത്സര പദ്ധതി. 45. 8ാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം എന്താണ്? മനുഷ്യ വികസനമാണ്. 46. ലോക വ്യാപാര സംഘടനയിൽ ഇന്ത്യ അംഗമായത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ലോക വ്യാപാര സംഘടനയിൽ ഇന്ത്യ അംഗമായത് 1995 ജനുവരി 1. അത് 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അപ്പോൾ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത് എപ്പോഴാണ്? ഇന്ത്യ അംഗമായത് 1995 ജനുവരി 1. അത് 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്.
ഇനി പഞ്ചായത്ത് രാജ് സംവിധാനം. ത്രിതല പഞ്ചായത്ത് രാജ് നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. പഞ്ചായത്ത് രാജ് സംവിധാനം വന്നത് എപ്പോഴാണ്? 1993 ഏപ്രിൽ 24-നാണ്. പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വരുന്നത് 1993 ഏപ്രിൽ 24-നാണ്. ത്രിതല പഞ്ചായത്ത് രാജ് നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. 48. 8ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എത്രയാണ്? 5.6%. 8ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 5.6%. എന്നാൽ 6.8% വളർച്ച കൈവരിക്കാൻ 8ാം പഞ്ചവത്സര പദ്ധതിക്ക് സാധിച്ചു. 5.6 ആയിരുന്നു ലക്ഷ്യമിട്ടത്, 6.8% കിട്ടി. 49. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ മലയാളി ആരാണ്? ഡോക്ടർ KN രാജാണ്. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ മലയാളി ആരാണ്? ഡോക്ടർ KN രാജാണ്. 50. 1ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എത്രയാണ്? 2.1%. 1ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 2.1%. എന്നാൽ കൈവരിച്ചത് 3.6%. ഇന്ത്യയിൽ വൻകിട ജലസേചന പദ്ധതികൾ സ്ഥാപിച്ചത് 1ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അപ്പോൾ ഇന്ത്യയിലെ വൻകിട ജലസേചന പദ്ധതികൾ സ്ഥാപിച്ചത് 1ാം പഞ്ചവത്സര പദ്ധതി കാലത്താണെന്ന് പറഞ്ഞാൽ ശരിയാണ്. 1ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ച വൻകിട ജലസേചന പദ്ധതികൾ ഏതൊക്കെയാണ്? ബക്രാനങ്കൽ, ഹിരാക്കുഡ്, ദാമോദർ വാലി എന്നിവയാണ്. 1ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ച വൻകിട ജലസേചന പദ്ധതികളാണ് ബക്രാനങ്കൽ, ഹിരാക്കുഡ്, ദാമോദർ വാലി എന്നിവ. ഇനി ഇതേ 1ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് 5 IITകൾ സ്ഥാപിതമാവുന്നത്. 1ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് എത്ര IITകളാണ് സ്ഥാപിതമായതെന്ന് ചോദിച്ചാൽ 5 IITകളാണ് സ്ഥാപിതമാവുന്നത്. 51. മഹലനോബിസ് മാതൃകയിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? 2ാം പഞ്ചവത്സര പദ്ധതിയാണ്. മഹലനോബിസ് മാതൃകയിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ് 2ാം പഞ്ചവത്സര പദ്ധതി. തൊഴിലില്ലായ്മ കുറയ്ക്കുക, ദേശീയ വരുമാനം ഉയർത്തുക എന്നിവ 2ാം പദ്ധതിയുടെ ഉപലക്ഷ്യങ്ങളായിരുന്നു. അപ്പോൾ 2ാം പഞ്ചവത്സര പദ്ധതിയുടെ ഉപലക്ഷ്യങ്ങൾ ഏതൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ തൊഴിലില്ലായ്മ കുറയ്ക്കുക, ദേശീയ വരുമാനം ഉയർത്തുക എന്നിവയാണ് 2ാം പഞ്ചവത്സര പദ്ധതിയുടെ ഉപലക്ഷ്യങ്ങൾ. 1955 കോൺഗ്രസിന്റെ ആവടി സമ്മേളനത്തിൽ അംഗീകരിച്ച സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശവും 2ാം പദ്ധതിക്ക് ഉണ്ടായിരുന്നു. 1955 INCയിൽ ആവടി സമ്മേളനത്തിൽ സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കുക എന്നത് അംഗീകരിക്കുന്നത്. ഇതേ ഉദ്ദേശമുള്ളതാണ് 2ാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ അതായിരുന്നു നമ്മുടെ അവസാനത്തെ ചോദ്യം. ചോദ്യങ്ങളും എക്സ്പ്ലനേഷൻസും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് വേറൊരു ദിവസം കാണാം. താങ്ക് യു.